എൻ്റെ പേര് ദീപ്തി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് വന്നത്. എൻ്റെ മകൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതിയിരുന്നു. അപ്പോൾ അവളുടെ റാങ്ക് ഇച്ചിരി പുറകോട്ടായിരുന്നു. അപ്പോൾ 4th റൗണ്ടിൽ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. അങ്ങനെ ഞങ്ങളാകെ വിഷമത്തിലായിരുന്നു. ഞാൻ ഓൾറെഡി ഉടമ്പടിയിലായിട്ടൊരു 7ാമത്തെ പുതുക്കലായി. എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, അടയാളങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ മോൾക്ക് 3ാമത്തെ ഉടമ്പടി ആയിട്ടുള്ളൂ. അവൾ 2023 സെപ്റ്റംബറിലായിരുന്നു അവൾ ഉടമ്പടി എടുത്തത്. അങ്ങനെ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മോളും ഉടമ്പടിയിലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ. അങ്ങനെ ഇന്നലെ ലാസ്റ്റ് മോളുടെ സ്പോർട്ട് റൗണ്ട് അഡ്മിഷനായിരുന്നു. അപ്പോൾ ഇതിലൂടെ കിട്ടിയില്ലെങ്കിൽ അവൾക്ക് അഡ്മിഷൻ ലഭിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഡിസൈഡ് ചെയ്തു രാവിലെ റിസൾട്ട് വരുന്നത് ഇവിടെ കൃപാസനത്തിലെ അമ്മയുടെ മുമ്പിൽ വന്നെന്ന് നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ രാവിലെ ഞങ്ങൾ 10 മണിക്ക് ഇവിടെ എത്തി. പക്ഷേ 7 മണി വരെ ഞങ്ങൾ ഇവിടെ കാത്തിരുന്നു, റിസൾട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്ന വഴി കൊല്ലത്തു നിന്നാണല്ലോ വരുന്നത്. പകുതി എത്തിയപ്പോഴത്തേക്ക് റിസൾട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. അങ്ങനെ പക്ഷേ തുറന്നു നോക്കിയില്ല. വീട്ടിൽ ചെന്നിട്ട് മോളോട് ഞാൻ പറഞ്ഞു നമുക്ക് അമ്മയോട് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നോക്കാമെന്ന്. ഇന്നലെ എന്നിട്ട് ഫാദറിനെയും കണ്ട് ഫാദറിൻ്റെ നിന്ന് കാശ് രൂപവും കിട്ടി. ഫാദർ മോളെ ബ്ലസ് ചെയ്തിട്ട് അഡ്മിഷൻ എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ തന്ന കാശ് രൂപവും കയ്യിൽ വെച്ച് മോള് റിസൾട്ട് നോക്കിയപ്പോൾ മോൾക്ക് കൽക്കട്ടയിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമാണ്. ഇനി ജീവിതത്തിൽ ഉടനീളം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ മോളുടെ ഒരു സാക്ഷ്യം മാത്രം ഞാൻ പറയുകയാണ്. കാരണം ഞാൻ അമ്മയോട് ഇന്നലെ പ്രത്യേകം പറഞ്ഞു, അമ്മേ നാളെ മുതൽ ഞങ്ങളുടെ വീട്ടിലെ വിഷമം ആക്കരുത്, എൻ്റെ കുഞ്ഞ് ഒത്തിരി ആഗ്രഹിച്ചതാണ്, അമ്മ അത് നേടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അത്രയും വിഷമിച്ചാണ് പോയത്. പക്ഷേ എൻ്റെ മോൾക്ക് ഇത് തന്ന് മാതാവും യേശുവും അനുഗ്രഹിച്ചു. അതിന് 1000 നന്ദി. നിങ്ങളാരും വിഷമിക്കരുത്. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, നമുക്ക് കുഞ്ഞു കുഞ്ഞു അടയാളങ്ങൾ മാതാവ് തരും. അത് നമുക്ക് ഒത്തിരി പോസിറ്റീവാണ്. എൻ്റെ കാര്യത്തിലുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ് അവരെ ബലപ്പെടുത്തി കൊണ്ടുവന്നു. അച്ഛൻ്റെ ഓരോ ടോക്കും എനിക്ക് കിട്ടുന്ന, ഞാൻ ഡെയിലി ബൈബിൾ വായിക്കും. ഇന്നലെ രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, എനിക്കതിൻ്റെ ഇതൊന്നും പറയാൻ അറിഞ്ഞൂടാ, അന്ധന് കണ്ണ് കാണിച്ചു കൊടുക്കുന്ന വചനമായിരുന്നു കിട്ടിയത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഒത്തിരി ഇന്നലെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് അടുക്കും ചിട്ടയോടെ പറയാനൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രിപ്പയർഡ് അല്ല. കാരണം ഇന്നലെ പെട്ടെന്നുണ്ടായൊരു അനുഗ്രഹമാണ്. അന്നേരം ഞാൻ അപ്പോഴേ എനിക്ക് മനസ്സിലായി കിട്ടും. പക്ഷേ കുഞ്ഞങ്ങ് ടെൻഷനിലാണ്. അപ്പോൾ അവൾക്ക് വിശ്വാസം വരണം. അപ്പം കാറിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, എൻ്റെ ഉടമ്പടി പുസ്തകം ഞാൻ എടുത്തില്ല. പക്ഷേ മോളുടെ അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിനെ ഒരുക്കുകയാണെന്ന്. കാരണം അവൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് മാതാവിന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉരുകണം എന്നെനിക്ക് മനസ്സിലായി അവളുടെ വിശ്വാസത്തിൽ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മോളെ നിൻ്റെ കാശ് രൂപവും കയ്യിലില്ല, അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇവൾ പറഞ്ഞു, അമ്മ ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ, അമ്മ അത് നടക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, ഞാനൊന്ന് പോകാം. അങ്ങനെ ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പം ഒരാളെ കയറ്റി വിടത്തുള്ളൂ, പറയാമല്ലോ അല്ലേ, അപ്പോൾ ഒരാളെ കയറ്റി വിടത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഈ കൊച്ച് ടെൻഷനിൽ നിൽക്കുന്നുണ്ട്, കറക്റ്റായിട്ട് പറയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇവൾ മൊത്തം തെറ്റിക്കും, ഞാൻ പറഞ്ഞാലേ ശരിയാവും. അപ്പം മോള് ചെന്ന് പറഞ്ഞത് റിസൾട്ട് വന്നു, അത് റിസൾട്ടിൻ്റെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞു പ്രൂഫ് ഇല്ലല്ലോ എന്ന്. അപ്പം
ഞാൻ പറഞ്ഞു മോളെ അതല്ല, മോളുടെ സ്പോട്ട് അഡ്മിഷനായി, ഈ ലാസ്റ്റ് ചാൻസാണ്, അതല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞ് പോയി പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ ഞങ്ങൾ പോയി, പുള്ളിക്കാരൻ പോയി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേക്കും മോള് പറഞ്ഞു, അമ്മ വെറുതെ എന്നെ ഒന്നുകൂടെ ടെൻഷനാക്കി. ഞാൻ പറഞ്ഞു, അല്ല മോളെ, മാതാവ് പരീക്ഷിക്കുന്നത് വലിയ അത്ഭുതങ്ങൾ തരാനാ, മോളെ ഒരുക്കുക എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വന്നു, അച്ഛനെ കണ്ടു, അച്ഛനെ ബ്ലെസ് ചെയ്തു, അച്ഛൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്നു നോക്കി. ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് മോൾക്ക് കിട്ടിയ ഈ ഒരു അഡ്മിഷൻ. ഇതേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇവൾക്ക് 4ാമത്തെ റൗണ്ടിൽ കിട്ടാതായപ്പോൾ ഞാൻ ടെൻഷനായി. അപ്പം ഞാനൊരു സ്വപ്നം കണ്ട് മാതാവ് എന്നോട് പറയുന്നതായിട്ട് ഒരു ലോക്കറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ചിടാൻ. അങ്ങനെ ഞാൻ ഇവിടുത്തെ കാശ് രൂപം വീട്ടിൽ കുഴിച്ചിട്ടു. അതിന് ശേഷമാണ് സ്പോട്ട് വന്നത്. പിന്നെ സ്പോട്ടിന് മോൾക്ക് ചാൻസ് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ OBCയുടെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചാൻസ് ഉണ്ടെന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് അമ്മയുണ്ട്, 91 വയസ്സുണ്ട്. അപ്പോൾ എനിക്ക് മോളുടെ കൂടെ അഡ്മിഷന് പോകണമെങ്കിൽ വീട്ടിൽ ഏൽപ്പിക്കാൻ എൻ്റെ അമ്മയുടെ കൂടെ ആരുമില്ല. അന്നേരവും മാതാവ് തന്നെ അതിൻ്റെ കൂടെ കാണിക്കുന്ന എൻ്റെ അമ്മയുടെ അനിയത്തിയെ വിളിച്ച് വീട്ടിൽ നിർത്ത്, എന്നിട്ട് നീ പോകുന്നു. പക്ഷേ ഇതൊക്കെ സത്യമാണ്. നമ്മൾ വിശ്വസിക്കുമ്പോൾ മാതാവ് നമുക്ക് അടയാളങ്ങൾ തരും, അനുഗ്രഹങ്ങൾ തരും, എല്ലാം തരും. കാരുണ്യ പ്രവൃത്തികൾ, ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പത്രങ്ങൾ കൊടുക്കും, ഞാനാണെങ്കിൽ പത്രങ്ങൾ കൊടുക്കും. പക്ഷേ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ തമിഴർ കൂടുതൽ വരും, മത്സ്യത്തൊഴിലാളികൾ. അന്നേരം ഞങ്ങൾ കൊടുക്കുമ്പം അവർക്ക് വായിക്കാൻ മലയാളം പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഈ പ്രാവശ്യം പത്രം വാങ്ങിച്ചപ്പോൾ തമിഴ് പത്രവും ഞാൻ 25 കാശ് രൂപവും വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവർക്ക് ഓരോ കാശ് രൂപം വെച്ച് അവർക്ക് കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ളവർക്ക് ഫുഡ് കൊടുക്കും. ഓർഫനേജിൽ പിന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡോ അല്ലെങ്കിൽ സോപ്പ് പൊടി, അങ്ങനെ ലോഷൻ, അതൊക്കെയാണ് ഓൾഡ് ഏജ് ഹോമിൽ വേണ്ട. അങ്ങനെയുള്ള സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഞാനും എൻ്റെ മോൾക്ക് സന്തോഷമാണ് പത്രം കൊടുക്കാൻ. പത്രം അവൾ സന്തോഷത്തോടെ തന്നെയാണ് അവൾ കൊടുക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ആരും വേണ്ടെന്ന് പറയത്തില്ല, എല്ലാവരും വാങ്ങിക്കുകയും ചെയ്യായിരുന്നു. ഇത്രയും തന്ന മാതാവിനും ഈശോനും 1000 നന്ദി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ മുൻപിൽ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് നിധി എസ് ലക്ഷ്മി എന്ന സഹോദരിയാണ്. ഈ സഹോദരി പറയുകയായിരുന്നു, തൻ്റെ മകൾക്ക് NIFTയിൽ അഡ്മിഷൻ ലഭിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. എന്നിരുന്നാലും ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുന്നു. തുടർന്ന് ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് രാത്രിയിൽ സ്പോട്ട് അഡ്മിഷൻ്റെ ലിസ്റ്റ് വരുമ്പോൾ ഈ സഹോദരിയുടെ മകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇവർ ഇന്നലെ ഇവിടെ നിന്ന് കൊല്ലം വരെ യാത്ര ചെയ്തു പോയിട്ട് വീണ്ടും ഇന്ന് തിരിച്ച് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് നന്ദി പറയുവാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ നന്ദിയോടുകൂടി ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് മാറിത്തീരുന്നു എന്നുള്ളതാണ്. ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു, ഉടമ്പടി ജീവിതത്തിൽ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും ധീരതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും ഇവർക്ക് ലഭിച്ചുവെന്ന്. 5000 പേർക്ക് മാത്രം അഡ്മിഷൻ ലഭിക്കുമ്പോൾ 9200 റാങ്ക് ലിസ്റ്റിൽ 9200 റാങ്ക് കിട്ടിയിരുന്ന കുഞ്ഞിന് ഇന്നലെ സ്പോട്ട് അഡ്മിഷൻ വഴി അഡ്മിഷൻ ലഭിക്കുമ്പോൾ അവർ തീർത്തും വിശ്വസിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇവരുടെ ജീവിതത്തിലുണ്ടായെന്ന്. ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.